ദൈവത്തിന് മഹത്വം. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാം ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ഭയവും ഉത്കണ്ഠയും പേറിയാണ് ആധുനിക മനുഷ്യൻ നടക്കുന്നത്. അമിതമായ ഭയത്തെയാണ് ഫോബിയ എന്ന മാനസിക അവസ്ഥയായി പരിഗണിക്കുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ, അതേപോലെ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്ന ഹെൻറി മൂന്നാമൻ, കൂടാതെ ഇറ്റാലിയൻ ഏകാധിപതിയായിരുന്ന മുസോളിനി, നെപ്പോളിയൻ, അലക്സാണ്ടർ ചക്രവർത്തി, ഇവർക്കെല്ലാം പൂച്ചയെ കാണുമ്പോൾ വലിയ ഭയമായിരുന്നു. അവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തു, ഒന്നിനെയും ഭയപ്പെടാതെ ഇരുന്നു. പക്ഷെങ്കിൽ ഇവർക്ക് പൂച്ചയോട് വലിയ ഭയമായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേപോലെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനും ലോക ബോക്സിംഗ് ചാമ്പ്യനുമായിരുന്ന മുഹമ്മദ് അലിയും വ്യോമയാത്ര അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഭയമായിരുന്നു. അഥവാ എയറോ ഫോബിയ എന്ന ആ വലിയ ഒരു ഭയം അവരെ അലട്ടിയിരുന്നു. ഭയത്തെ അതിജീവിക്കാൻ മനഃശാസ്ത്രജ്ഞന്മാർ അവര് ബിഹേവിയർ തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. ഭയകാരണമായ വസ്തുവിനെയോ സാഹചര്യത്തെയോ ഒഴിവാക്കുകയല്ല, മറിച്ച് അവയുമായിട്ടുള്ള പടിപടിയായ സംസർഗം കൊണ്ട് ക്രമേണ ഭീതിയെ മറികടക്കുകയാണ് ഈ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവർ പല ഭയങ്ങളിൽ നിന്നും വിമുക്തരല്ല എന്നതാണ് രസകരമായ കാര്യം. മർക്കോസ് 4:40 നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് കർത്താവ് അവരോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ, ഈ രണ്ട് പ്രധാന ചോദ്യം അവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന് ഭീരുത്വം. ആ ഭീരുത്വത്തിന് കാരണം വിശ്വാസമില്ലായ്മ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായി 13:58 അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. കർത്താവിന് പോലും ചില പട്ടണങ്ങളിൽ അവിടുത്തെ ജനത്തിന്റെ അവിശ്വാസം നിമിത്തം പ്രവർത്തിപ്പാൻ കഴിയാതെ പോയി എന്നതാണ്. അപ്പോൾ ഓർക്കുക, ഭയവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഭീരുത്വവും അവിശ്വാസവും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നു. അവന്റെ ധൈര്യം വളരെ ചോർത്തി അവനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളതായ ഭയത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കണമെങ്കിൽ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് രോഗത്തെ വലിയ ഭയമാണ്, ചിലർക്ക് മറ്റു പലതിനെയും വലിയ ഭയമാണ്, ജോലിയെ ഭയമാണ്, പഠിത്തമെന്ന് കേൾക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ ഭയപ്പെടുന്ന അനേക കുട്ടികളുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയവും ദൈവവചനത്തിലുള്ളതായ പൂർണ്ണ വിശ്വാസത്തിൽ കൂടി മാത്രമേ ഇങ്ങനെയുള്ള ഭയത്തിൽ നിന്ന് മനുഷ്യന് വിമോചിതരാകുവാനായിട്ട് കഴിയുള്ളൂ. ചിലർക്ക് പിശാചിനെ വലിയ പേടിയാണ്. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവർ പിശാചിനെ കാണുന്നു. രാത്രിയിൽ അവർക്ക് വലിയ ഭയമാണ്, ഇറങ്ങി നടക്കാൻ ഭയമാണ്, കിടക്കുന്നിടത്ത് ഭയമാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് ക്രിസ്തു ഉള്ളിൽ ഉണ്ടായെങ്കിൽ ഇതൊന്നും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. ആ ഭയത്തെ എല്ലാം അതിജീവിക്കുവാനായിട്ട് കഴിയും. അതിന് ആ അടിയുറച്ച വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവവചനത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, അനാവശ്യമായ ഭയങ്ങളിൽ അടിമകളായി അനേകർ ആത്മഹത്യ പോലും ചെയ്യുന്നത് കാണാറുണ്ട്. എന്നാൽ കർത്താവേ, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ ദൂത് കേൾക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുകയും ഏതെങ്കിലും ഭയത്തിന് അവർ അടിമകളാണ് എങ്കിൽ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യണമേ.
എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ